ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയം അല്ല, സോറി, എന്താ പറയുക, ഫ്രെയിമില്ലേ, ദുബായ് ഫ്രെയിം, അതിൻ്റെ മുകളിലേക്ക് കയറാം കേട്ടോ. എത്രങ്ങാനും ആളുകളായി ഈ സാധനത്തിൽ തന്നെ. അങ്ങനെതാ അതിൻ്റെ മുകളിലെത്തിയപ്പോഴേ ഞാൻ ആകെ അന്തം വിട്ടുട്ടോ. കാരണം ഈ ചില്ലിക്കൂടെയും നടക്കണത്, ചില്ലിൻ്റെ താഴത്ത് കണ്ടില്ലേ, റോഡാണ് ആ കാണുന്നത്. താഴെ ഭാഗം എത്ര മനുഷ്യന്മാരാണ് നടക്കണത്. ഇതെങ്ങാനും പൊട്ടിയ നമ്മൾ പാൽപ്പൊടിയുടെ പരസ്യം പറയുന്ന പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അങ്ങനെ പറയേണ്ടി വരും. അത്ര അത്ര ഹൈറ്റിലും അത്ര ജനങ്ങളും. ഇവരൊക്കെ ഇപ്പോൾ ഇതുമ്മക്കൂടെ അങ്ങനെ നടക്കില്ലേ. ആഷിമോനും റീനും ഞാനും ബുഷും മനുവും പാപ്പയും ബേബിയും വന്നിട്ടില്ല കേട്ടോ. ഒരു കുട്ടീനായിട്ട് ഗാർഡനിൽ ഫുഡ് കൊടുത്തിരിക്കണം. അവരിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇവിടെ കണ്ടു വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തെങ്കിലും കുട്ടിക്ക് ഫുഡ് കൊടുത്തോട്ടെ ചോദിച്ചു. അതുണ്ടോ മനു ആഷിമോന് കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. എൻ്റെ റിനുമോൾക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയായിട്ടില്ല. എൻ്റെ ബുഷ് അപ്പുറത്ത് കാണിച്ചിരിക്കുകയാണ്. അതാണ് ഓൾഡ് ദുബായ് എന്ന് പറഞ്ഞിട്ട്. കണ്ടല്ലോ, ഓൾഡ് ദുബായ്, പഴയ ദുബായ് ആണ് കേട്ടോ. കണ്ടോ, വണ്ടികളൊക്കെ പോണ കാണില്ലേ. നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കണത് അപ്പോഴേ. എൻ്റെ പട്ടണേ, ഇവിടെയാണെങ്കിലോ ലോകത്തില്ലാത്ത ജനങ്ങളില്ല. ഇതിൻ്റെ പുതിയൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയത് അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് പരിചയപ്പെട്ട് ചിരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ച് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് കേട്ടോ. ഓൾറെഡി എനിക്കൊന്നും അറിയില്ല എന്ന് ഇവർക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ എൻ്റെ വിഷയമാണെങ്കിൽ ഓൾഡ് ദുബായിൻ്റെ അവിടുന്ന് പോരണേ ഇല്ല. ഈ ഭാഗത്തുനിന്ന് നോക്കിയാൽ പിന്നെ ന്യൂ ദുബായ്, അപ്പുറത്തുനിന്ന് നോക്കിയാൽ ഓൾഡ് ദുബായ്, അങ്ങനെ കേട്ടോ. പിന്നെ ആഫ്രിക്കക്കാരെന്താണെന്നറിയില്ല, എന്നോട് ഭയങ്കര ലോക്യം പറയുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ടൊരു ആഫ്രിക്കയുടെ കട്ടായോ. മനു ഉണ്ടോ, ഭയങ്കര ഫോട്ടോ എടുക്കലാണ്. പിന്നെ ഞാനും എൻ്റെ കുശം പല പോസിലും പല വിധത്തിലും പല രീതിയിലും ഫോട്ടോസ് എടുത്തുകൊണ്ടു കേട്ടോ. എൻ്റെ ഗാലറിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഏതിൻ്റെ അകത്തുണ്ട് എന്തൊന്ന് കോഫി ഷോപ്പില്ലാത്ത ദുബായിൽ ഒരു ഭാഗമില്ല. ഞാൻ വീണ്ടും ഈ ചില്ലുമ്മ കൂടെ നടക്കുക കേട്ടോ. ഇത് നമ്മളിങ്ങനെ നടക്കുന്തോറും ഇതിങ്ങനെ നീങ്ങണുണ്ടേ. എന്താ ലൈറ്റ് പോകുന്നുണ്ട്, പിന്നെ ലൈറ്റ് പ്രത്യക്ഷപ്പെടും, കണ്ടില്ലേ. എന്താ അതിൻ്റെ എത്ര താഴ്ച, എൻ്റെ അമ്മ, ഇത്രങ്ങാനും. പിന്നെ എല്ലാത്തിൻ്റെയും പതാക ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ രാജ്യത്തിൻ്റെയും. ഞാൻ വീണ്ടും ചില്ലുമ്മക്കൂടെ അങ്ങനെ അങ്ങേയറ്റം വരെ നടന്നു പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ദുബായും ന്യൂ ദുബായും അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഭാഗം ന്യൂ ദുബായ്, അപ്പുറത്ത് ഓൾഡ് ദുബായ്. പിന്നെ എന്താ പറയുക, പല രാജ്യത്തുള്ള പല ആളുകളും, എൻ്റെ അമ്മ, വിദേശിയും സ്വദേശിയും, എന്താ നമ്മളുടെ നാട്ടിൽത്തോരും മലയാളികളില്ലാത്ത ഭാഗമില്ല കേട്ടോ. എന്തായാലും ശരി, എല്ലാവരും ഉണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും എന്നിട്ട് പരിചയപ്പെടുക. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഉള്ളവരാണോ അങ്ങനെ പറയാം. വീണ്ടും ഞാൻ ആ വണ്ടികൾ പോണതും ഓൾഡ് ദുബായും വീണ്ടും വീണ്ടും എടുക്കുക കേട്ടോ. കാരണം ഇവിടുന്ന് കണ്ടിട്ടും എനിക്ക് മതിയാവണില്ല. എത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണത്. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു കഴിവ് ആ വ്യക്തിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു എന്താ പറയുക, അംബാസഡറിനെ. അതായത് ഇത് വരച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കണം. ഇങ്ങോട്ട് നോക്കി പോസ് മതാമ്മടെ, എന്താല്ലേ ഭയങ്കര ലുക്കാണ് കേട്ടോ ഇവർ. ഞാൻ ഇങ്ങനത്തെ കുറേ പേരെ ഫോട്ടോ എടുത്തിരുന്നു. അങ്ങനെ മനുവിൻ്റെ കൈ പിടിച്ചിട്ട് ഈ സാധനത്തുമ്പോൾ ഇങ്ങനെ തൊടുക കേട്ടോ. ഇത് നമുക്ക് എഴുതിയിട്ടുണ്ട് എന്താണ് സംഭവം. ഇതിങ്ങനെ നമ്മൾ തൊടുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ കറങ്ങണു, ഓരോ ഇതുകളിങ്ങനെ കാണിച്ചിരും. ഇങ്ങനെയിപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയണമില്ല. ഞാൻ കുറേ നേരം കൈയൊക്കെ വെച്ച് നോക്കി. മനു പിന്നെ ഇതിങ്ങനെ എൻ്റെ കൈ പിടിച്ച് വരച്ചു നോക്കും. വരക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ വര വരുന്ന അവിടെ വെള്ള വര, അത് നമ്മൾ ഇവിടെ വരക്കുമ്പോൾ അവിടെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണും കേട്ടോ. നമ്മൾ വരക്കണത്, നമ്മൾ എഴുതുന്നതൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഇവിടുത്തെ പ്രധാന ഐറ്റംസാണ്, കണ്ടില്ലേ, കഴിക്കേണ്ട സംഭവങ്ങളാണ്. മോജിയുടെ ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ട്. നല്ല ഭംഗി കാണാൻ കേട്ടോ. നമ്മൾ കാണാത്ത ഫുഡാണ്, നമ്മൾ കഴിക്കാത്ത ഫുഡാണ്. എന്തായാലും ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇയാളാണ് ഇതിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു അംബാസഡർ എന്ന്, ഇതുണ്ടാക്കിയ ഒരാളെന്ന്, ഇയാളാണിത് വരച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അയാൾ വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തത് മനു നടക്കുന്നുണ്ട്. മനു ചില്ല് എന്നിങ്ങനെ ഞാൻ പറയണുണ്ട്. മനുവിനെന്ത് ചില്ല്. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ എനിക്കത്ര ഭയം തോന്നിയില്ല. പക്ഷെ കുട്ടികൾ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. അതാണ് മക്കളല്ലേ, അതാണ് മാതാപിതാക്കളല്ലേ. ഓൾഡ് ദുബായും ന്യൂ ദുബായും വണ്ടികൾ പോണതും നോക്കിയിട്ടും എൻ്റെ ബുഷിനെ കാണാനുമില്ല. എൻ്റെ ഇടയിൽ
ഈ ഉഷിനെ ഇട്ടിട്ട് അപ്പോഴേക്കിനും ഓടും, പിന്നെ കാണുകയില്ല കാരണം ഞാനിവിടെ ആരും നോക്കില്ല, ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കുകയാണ്. ആഷിമോൻ ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളവിടെ നിന്നെടുത്താൽ പെട്ടെന്ന് നമ്മളുടെ ഫോട്ടോ സ്ക്രീനിൽ വരും കേട്ടോ. ഇത് അമ്മയും മകളും കേട്ടോ. മോളവിടെ നിന്ന് കളിക്കുമ്പോൾ അമ്മ വീഡിയോ എടുക്കണത്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ അടുത്തത് എങ്ങോട്ട് പോവും? ബുർജ് ഖലീഫയ്ക്ക് പോകണം വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതെന്തായി കാരണം അറിയില്ല. ഇതന്നെ ഇത്രയും അത്ഭുതം നമ്മൾ നോക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. അപ്പോൾ അതെന്തായിരിക്കും അവസ്ഥ? ഇതിൻ്റെ ഉള്ളിലത്തത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ വേറൊരു ഭാഗത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഫ്യൂച്ചർ മ്യൂസിയത്തിൽ തന്നെ കുറേ ഭാഗങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ക്യൂ ഉണ്ട്, അത്ര തിരക്കുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗത്തൊക്കെ കൊണ്ടുപോയി. ഇത്ര ആളെ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇയാൾ കയറ്റുള്ളൂ. ഇയാൾ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി പോലെയാണ്. അല്ലാതെ നമുക്കങ്ങോട്ട് തള്ളി കയറാനൊന്നും പറ്റില്ല. അയാൾ പറയും അത്ര ആൾ കയറുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. അതായത് ഇനി വരാൻ പോകുന്ന ദുബായ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ മറ്റേ എന്താ പറയുക, റോബോട്ട് യുഗം എന്ന് പറയൂലേ, ആ ഒരു സംഭവത്തിലായിരിക്കും എന്നാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി വരാൻ പോണ ദുബായ് എങ്ങനെയെന്ന് ഇവിടെ കാണിച്ചു തരിക കേട്ടോ. ഇതാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ. മറ്റേ ഇങ്ങനെ സാറ്റലൈറ്റ് ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കണ്ടില്ലേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇനി വരാൻ പോണ ദുബായ് ആവുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് താഴത്തേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലല്ലേ ഞാൻ പോപ്പുലർ ആവുള്ളൂ. എങ്ങനെ ഇത് പറയാമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ശരി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.